ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ചെറിയ റൈഡായിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ ഗുജറാത്ത് ഹൈവേയിലാണ്. ജസ്റ്റ് മിറർ റോഡിൽ നിന്ന് ഫ്ലൈ ഓവർ കയറി ഇറങ്ങി നിൽക്കുകയാണ്. രണ്ടുപേരും കൂടി നമ്മളപ്പോൾ ഈ റൈഡിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ബൈക്കാണ്, എൻ്റെ ഹിമാലയനാണ്. ഒപ്പം വേറൊരു ഹിമാലയൻ കാലറസ്റ്റേഡ് വണ്ടി കൂടി ഉണ്ട് നമ്മളപ്പം. നമ്മളിപ്പോൾ ജസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിറർ റോഡിന്. ഇപ്പോൾ നമ്മളുള്ളത് പറഞ്ഞ പോലെ ഗുജറാത്ത് ഹൈവേയിലാണ്. നല്ല ട്രാഫിക്കാണ് രാവിലെ സമയത്ത്. കാരണം സിറ്റിയിൽ നിന്ന് ഗുജറാത്ത് നോർത്തിലേക്ക് പോകുന്ന എല്ലാ ട്രക്കും ഇറങ്ങുന്ന സമയമാണ്. പോരാത്തതിന് എൻ്റെ ഒപ്പം നല്ലൊരു റോഡ് പണി നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. എപ്പോൾ എത്തും എന്നുള്ള ഒരു പിടിയില്ല. 1 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. കണ്ടു തന്നെ അറിയണം നമ്മൾ എത്ര മണിക്ക് അവിടെ എത്തുക എന്നുള്ളത്. ഈ ലോറിയും ട്രക്കും എല്ലാം കൂടിയും കാരണം നമുക്കൊരു 40ൻ്റെ മേലെ പോകാനേ പറ്റുന്നില്ല ഈ റോഡിൽ. പെട്ടെന്ന് നമ്മുടെ പ്ലാൻ എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. നമ്മളിപ്പോൾ ഒരു 35-40 മിനിറ്റ് അറൗണ്ട് ഹൈവേയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ട്രാഫിക് കാരണം നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല. ഒരു 40ൻ്റെ മേലെ പോകാൻ പറ്റുന്നില്ല. സോ നമ്മൾ പെട്ടെന്ന് കണ്ടൊരു റാൻഡായിട്ടുള്ള ഒരു ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഈ ഒരു സൈഡ് കടലാണ്. ഈ റോഡ് ഒരു കടലിലേക്കായിരിക്കും ചെന്ന് തീരുക എന്നുള്ളൊരു ഒരു ഒരു അസംഷൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് എടുത്തേക്കുന്നത്. ഇനി മുന്നേക്ക് പോയാലേ അറിയുള്ളൂ നമ്മൾ ഏത് ബീച്ചിലേക്കാണ് ചെന്ന് കയറുക എന്നുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ റൈഡിൽ നമ്മളപ്പം മൊത്തം 4 വണ്ടിയാണുള്ളത്. എൻ്റെ ഹിമാലയൻ, പിന്നെ വേറൊരു കാലറസ്റ്റയുടെ ഒരു ഹിമാലയൻ ഉണ്ട്, പിന്നെ ഒരു കോണ്ടിനെൻ്റൽ GT, ഒരു എക്സ്പ്രസ് റാലി എഡിഷൻ കൂടി ഉണ്ട് നമ്മളിപ്പം. സോ ആ റാലി എഡിഷൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ബൈക്കാണ്. സോ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും, റൈഡ് ആൻഡ് റിവ്യൂ വീഡിയോ. എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും അറ്റ് ഏർലിയസ്റ്റ്. റോഡെല്ലാം അത്യാവശ്യം നല്ല മോശമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ട്രാഫിക് കുറവാണ്, പക്ഷേ നമുക്ക് വല്ലാതെ സ്പീഡ് എടുക്കാൻ പറ്റില്ല. സോ ആ മുന്നിൽ പോകുന്ന എക്സ്പൾസിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളി ചുമ്മാ കണ്ട എല്ലാ ഓഫ് റോഡ് ട്രാക്കും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം വിരാർ എത്താനായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ എന്തോണം മുന്നിലേക്ക് കാണിക്കുന്ന ബീച്ചിലേക്ക്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കോണ്ടിനെൻ്റലിൽ നമ്മളൊപ്പം എത്താൻ പറ്റുന്നില്ല. കാരണം റോഡ് നല്ല മോശമാണ്. നമ്മൾ 3 ബൈക്കും ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് നമ്മളെല്ലാം എല്ലാ ഗട്ടറും ഹമ്പെല്ലാം ചാടിച്ച് പോവുകയാണ്. പുള്ളി നമ്മളെ പിടിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പോകുന്നത്. എന്തായാലും നമുക്കിനി ബീച്ചിലെത്തിയിട്ട് ബാക്കി പറയാം. അതിൻ്റെ ഇടയിൽ ഇത് എങ്ങനെ പറയണം, ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. രാവിലെ വണ്ടി എടുത്ത് അങ്ങനെ ഇറങ്ങും, വർത്താനം പറയാം റോട്ടിലേക്ക്. ചുമ്മാ നമ്മൾ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ബീച്ച് എത്തിയിട്ടുണ്ട്. സോ ഈ ബീച്ചിൻ്റെ പേര് നവാപൂർ എന്നാണ്. ഇത് വിരാറാണുള്ളത്. ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ്. സോ നമ്മൾ ജസ്റ്റ് വണ്ടിയെല്ലാം ഒന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടിയും ഇറക്കിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹിമാലയൻ എക്സ്പ്രസ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. കോണ്ടിനെൻ്റൽ പുള്ളിക്ക് വലിയൊരു കോൺഫിഡൻസ് ഇല്ല ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കി ഇപ്പോൾ തിരിച്ച് പുള്ളിയുടെ അടുത്തോട്ട് തന്നെ പോവുകയാണ്. ഒന്ന് വണ്ടി വെച്ച് ജസ്റ്റ് അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് അവിടെ നിന്ന് ഇട്ടതിന് ശേഷം വേണം ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട്. ചില സ്ഥലത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡാവുന്നുണ്ട്. ബാക്കിയെല്ലാം ലൂസ് ഗ്രൗണ്ട് അല്ല, അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള സാൻഡ് തന്നെയാണ്. കുഴപ്പമില്ല. ഏതായാലും വണ്ടി നമുക്ക് ഇവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാം. കോണ്ടിനെൻ്റൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, പുള്ളി ഇങ്ങോട്ട് വരുന്നുള്ളൂ. എന്തായാലും ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടികൾ നമുക്ക് ആലോചിക്കാം.
ഓക്കെ, അങ്ങനെ നമ്മൾ ഒന്നുകൂടി വണ്ടി ബീച്ചിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു. എക്സ്പൾസിലുള്ളത് ഒരു യൂട്യൂബറാണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് ഷോർട്സ് എടുക്കണം, കുറച്ച് ബീച്ചിൽ കൂടെ പോകുന്ന വീഡിയോസ് നമുക്ക് എടുക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടി ബീച്ച് വരെ ഇറക്കിയിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എവിടെ വരെ ഇറക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ നമുക്കില്ല, ജസ്റ്റ് ഒരു വണ്ടി പോകും എന്നുള്ളൊരു അസംഷൻ്റെ പുറത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. താഴെ സാൻഡിൽ നിന്നും സ്കൈയുടെ റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. നല്ല ലൈക്ക് ക്യാമറയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ്സ് അമേസിങ്. ഞാനെന്തായാലും വെള്ളത്തിലേക്ക് വല്ലാതെ ഇറക്കുന്നില്ല, വെറും മെറ്റലായതുകൊണ്ട് ഒരു പേടി. ഒരാൾ നമ്മളെ പിന്നാലെ കൂടിയിട്ടുണ്ട്, പണിയാവുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പോയേക്കാം. പുള്ളി ബൈക്കിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പോയി നോക്കാം. നമ്മൾ ഇതേ വന്ന് ചെറുതായിട്ടൊരു ടേൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ബീച്ചിൻ്റെ ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മൾ തലങ്ങും വിലങ്ങും വണ്ടി അടിച്ച് കളിച്ചുകൊണ്ടിരിക്കും. സംഭവം നായ ഫ്രണ്ട്ലിയാണ് കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെ അത്ര പ്രശ്നമൊന്നുമില്ല. പുള്ളിക്കാരൻ ജസ്റ്റ് ഏതാണ് ഈ ഭ്രാന്തന്മാർ വണ്ടിയും കൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നോക്കി നമ്മളെ പിന്നാലെ കൂടിയതാണ്. ജസ്റ്റ് നമ്മളെ പിന്നാലെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എൻഡ് മുതൽ നമ്മൾ ബീച്ചിൻ്റെ ഒരു എൻഡ് വരെ വന്നു, അതുവരെ നമ്മളെ പിന്നാലെ ഓടിയിട്ട്. ഇപ്പോൾ നമ്മളിത് വണ്ടി തിരിച്ചപ്പോൾ അതേ പിന്നാലെ വീണ്ടും കൂടിയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് കുറച്ച് ദൂരം കൂടിയും പോയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് വണ്ടി ഇറക്കാൻ പറ്റിയിട്ടില്ല, പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം കോണ്ടിനെൻ്റലാണ്, അഥവാ എങ്ങാനും നമ്മൾ ഈ വെള്ളത്തിൽ കുടുങ്ങി പോയാൽ പെട്ടു. അപ്പോൾ ആ ഒരു കാരണം പുള്ളി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ആൾക്കാരുണ്ട്, കുറവാണ് ആൾക്കാർ ബീച്ചിൽ. എന്തായാലും ഉള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഏതാണ് ഈ 3 ഭ്രാന്തന്മാർ വണ്ടിയും കൊണ്ട് ബീച്ചിൽ കിടത്ത് കളിക്കുന്നത്. ഏതായാലും കുറച്ചു നേരം കൂടി നമുക്കൊന്ന് വണ്ടി ഓടിച്ചതിന് ശേഷം തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. ഓക്കെ, എന്തായാലും നമുക്ക് നല്ല പുള്ളി നിൽക്കുന്ന അങ്ങോട്ട് തന്നെ പോവാം. പുള്ളിയുടെ ഒറ്റയ്ക്കാണ് കുറച്ച് നേരം. നമ്മളൊരു 20-25 മിനിറ്റായിട്ട് ബീച്ചിൽ കൂടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്തായാലും എൻ്റെ വണ്ടി കുറച്ച് നേരം പുള്ളിക്ക് കൊടുക്കണം, എന്നിട്ട് ഞാനവിടെ ഇരിക്കും. പുള്ളി വന്നതിന് ശേഷം റാലി പ്രോ എന്ന് എടുക്കണം. അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാനൊന്ന് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടായിരിക്കും ഇത്തിരി കഴിഞ്ഞിട്ട്. എൻ്റെ ഒരു റൈഡിങ് ആൻഡ് എൻ്റയർ റിവ്യൂ വീഡിയോ. അതിലൊരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ആ വണ്ടിയിൽ. സോ എന്തായാലും ഇറ്റ് വിൽ ബി വർത്ത് ഡൂയിങ് എ റിവ്യൂ. ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്തേക്ക്. പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്ലിയാണ്, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ബൈക്ക് ബീച്ചിലേക്ക് ഇറക്കുന്നുണ്ടാവും, പുള്ളി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളെ പിന്നാലെ തന്നെയാണ്, നമ്മളിവിടെ വന്ന മുതൽ നമ്മളൊപ്പമുണ്ട്, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ ബീച്ചിലേക്ക് ഇറക്കിയാൽ അപ്പോൾ പിന്നാലെ പോരും, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോഴേ നമ്മുടെ പിന്നാലെ പോരും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി കയറ്റിയപ്പോൾ എൻ്റെ ഒപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബർ ഏട്ടൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തെറിക്കും വിടുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒന്നും കൂടി ഒന്ന് വണ്ടി ഇറക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എല്ലാ വണ്ടിയും ഒന്ന് ഓടിച്ചു. ഞാനിപ്പോൾ കോണ്ടിനെൻ്റൽ GT ഒന്ന് ഓടിച്ചു, ഈ ബീച്ചിൽ കൂടെ കുറച്ച് നേരം. എക്സ്പൾസ് റാലി ഓടിച്ചു ഇതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒരു റൗണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ബീച്ചിൽ കൂടെ ഓടിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വീഡിയോസും കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ റൈഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളാരെങ്കിലും മുമ്പേയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഈ ബീച്ചിലൊക്കെ ഒന്ന് വരിക. ലൈക്ക് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ലൈക്ക് നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാൻ പറ്റും, വലിയ ക്രൗഡഡ് അല്ല. ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും റിയലി ഫ്രണ്ട്ലി. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, റിയലി ഫ്രണ്ട്ലി. ഇനി എന്തായാലും ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. ഒപ്പമുള്ള എക്സ്പൾസിൻ്റെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് യൂസർ വീഡിയോ ഇടുന്നുണ്ട്. സോ ഓക്കെ, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. until then, bye.